ഈ വീഡിയോ കാണുന്ന പല മക്കളും ഇപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും. രാവിലെയാണോ പഠിക്കുന്നത് നല്ലത്, രാത്രിയാണോ പഠിക്കുന്നത് നല്ലത്? അതായത് രാവിലെ പഠിച്ചാലാണോ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുക, രാത്രി പഠിച്ചാലാണോ മനസ്സിലാവുക? ഈ ഒരു കൺഫ്യൂഷൻ എൻ്റെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ബയോളജിയാണ്. അതായത് നമ്മുടെ ബോഡിയുടെ ഒരു ബയോളജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒരു പരിധിവരെ മാറ്റാൻ വേണ്ടി പറ്റും. സോ ഏത് ടൈമിൽ പഠിക്കുന്നതാണ് നല്ലത്, ഓരോ ടൈമിൽ പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ആദ്യം തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മിസ് രാവിലെ പഠിക്കണമാണോ രാത്രി പഠിക്കണമാണോ പറയുമ്പം മിസ് എന്തിനാണ് ബയോളജി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. നമ്മൾ സാധാരണ എന്തിനാണ് ക്ലോക്ക് ഉപയോഗിക്കുക? സമയം നോക്കാനാണ് അല്ലേ? അപ്പോൾ അതേപോലെ നമ്മുടെ ബോഡിയിലും ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിനെ നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. ആൻഡ് അതിനെയാണ് നമ്മൾ കുറച്ചുകൂടി സയൻറ്റിഫിക്കലി പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബയോളജിക്കലി സർക്കാഡിയൻ റിത്തം എന്ന് പറയും. നിങ്ങൾ കുഞ്ഞു മക്കളാണെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഈ സർക്കാഡിയൻ റിത്തം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്കാണിത്. ഓക്കെ, അതായത് രാത്രി സമയമാകുമ്പോഴേക്കും നമ്മുടെ സൂര്യൻ അങ്ങ് പോവും, സൺലൈറ്റ് പോവും അല്ലേ? അപ്പം ലൈറ്റിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പം മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് നമുക്ക് ഉറക്കം വരുന്നത്. ഓക്കെ, ആൻഡ് രാവിലെ ആകുമ്പോൾ എന്താണ്, നമ്മുടെ സൺലൈറ്റ് വന്നു. അപ്പോൾ സൺലൈറ്റ് വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മൾ ഉറക്കം എഴുന്നേക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക്. അപ്പം ഇതനുസരിച്ചാണ് നമ്മുടെ ബോഡിയും ടോൺഡ് ആയിട്ടുള്ളത്. അതായത് നേരത്തെ കിടന്നുറങ്ങുക ആൻഡ് നേരത്തെ എഴുന്നേൽക്കുക. ഓക്കെ, സോ ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നേരത്തെ എന്താ പറയുക എഴുന്നേൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, നമ്മുടെ നേച്ചറിനനുസരിച്ച് സിങ്ക് ചെയ്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ ആ രാവിലത്തെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ആൻഡ് ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഠിക്കുന്നതൊക്കെ നമ്മൾക്ക് ചില സമയത്ത് ചില രാത്രികളിലൊക്കെ നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ആ ഒരു മോർണിംഗ് ടൈമിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് ആ ഒരു ടൈമിൻ്റെ പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പം മോർണിംഗ് പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് നേരത്തെ കിടക്കണം, എന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. അതായത് ഒരു 10 മണിക്കൊക്കെ കിടന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 4 മണിക്കോ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ രാവിലെ പഠിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം മുൻപ് ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള സ്റ്റഡീസിലൊക്കെ റിവീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ സർക്കാഡിയൻ റിത്തമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നാച്ചുറലി വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മക്കൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ക്ലാസ് തുടങ്ങി വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്കെഡ്യൂളായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്നത് ഓഫ്കോഴ്സ് രാവിലത്തെ ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്നത് തന്നെയാണ്. അതെന്ന് വെച്ചിട്ടിപ്പം നൈറ്റിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർ മോശമാണ്, അല്ലെങ്കിൽ നൈറ്റിൽ ബെനിഫിറ്റ്സ് ഇല്ല എന്നുള്ളതല്ല. ചില മക്കൾക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും രാവിലെ എഴുന്നേൽക്കാൻ പറ്റാറില്ല. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അതായത് എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുമായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് മാറണമെന്ന് പക്ഷെ പറയില്ല. അപ്പോൾ അത് മോശമാണെന്നും അങ്ങനെയില്ല. അതായത് രാത്രി പഠിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ സമയത്താണ് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയം ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കാമായിരിക്കും. കാരണം എല്ലാവരും ഉറങ്ങുന്നൊരു സമയമായിരിക്കും, നമ്മുടെ നേച്ചറൊക്കെ കുറച്ച് സൈലൻ്റ് ആയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു ടൈം തന്നെ ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ലേറ്റ് ആകാതിരിക്കുക. അതായത് ഒരു 2 മണിവരെ 3 മണിവരെ ഒന്നും പോയിരുന്ന് പഠിക്കരുത്. അതെന്തുകൊണ്ടാണ് ആ സമയം അത്രയും നേരം പഠിക്കരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 3 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര മണിക്ക് എഴുന്നേൽക്കണം? മിനിമം നിങ്ങളൊരു 7 മണിക്കെങ്കിലും എഴുന്നേൽക്കണ്ടേ? കാരണം നിങ്ങൾക്ക് സ്കൂളുണ്ട് അല്ലേ? അപ്പം നമുക്ക് അവിടെ ആകെ എത്ര മണിക്കൂർ ഉറക്കം കിട്ടുന്നുള്ളൂ? 5 മണിക്കൂറേ നമുക്ക് ഉറക്കം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ബാധിക്കും. അത് നിങ്ങളെ പിന്നെ കുറച്ച് ക്ഷീണം കൂടാനും, പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. അപ്പോൾ അത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ബാധിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമം 12 മണി, അതിൽ കൂടുതൽ പോകാതിരിക്കാം. 12 മണി വരെ പഠിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഉറങ്ങാം. എന്നിട്ട് നിങ്ങളൊരു 7 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ 12 മണി ടു 7 മണി നിങ്ങൾക്കൊരു 7 മണിക്കൂർ ഉറക്കം കിട്ടും. ഓക്കെ, ആ രീതിയിലാക്കുക. നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് 7 മണിക്കൂർ ഉറക്കം കിട്ടും. അപ്പോൾ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങളിപ്പോൾ രാത്രി പഠിക്കുന്ന ആളാണെങ്കിലും രാവിലെ പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മിസ് എനിക്കിപ്പോഴും അറിയില്ല ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണോ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നാച്ചുറലി എപ്പോഴാണ് ഉറക്കം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കൂടുതൽ നേരം ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ഈ ഒരു കാര്യം നോക്കിയാൽ മതി. ചില ആൾക്കാർക്ക് രാത്രി കുറച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ഉറക്കം വരും. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കും. ആൻഡ് ചില ആൾക്കാർക്ക് മോർണിംഗിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റാലും ബുക്ക് എടുത്ത് അപ്പോൾ ഉറക്കം വരും. അല്ലെങ്കിൽ തീരെ ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് നിങ്ങളത് ചെയ്യേണ്ട. പകരം എൻ്റെ മക്കളെ എന്ത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ മാക്സിമം 12 മണി വരെ പോയാൽ മതി. അതിനുശേഷം ഉറങ്ങുക, എന്നിട്ടൊരു 7 മണിക്ക് എഴുന്നേൽക്കാം. ഓക്കെ, ഇനിയിപ്പോൾ മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും നൈറ്റ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും വെക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ക്ലോക്കുമായിട്ട് അതൊന്ന് കണക്റ്റായിട്ട് പോവുക. അതായത് നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും 12 മണിയാണെങ്കിൽ 12 മണി അറൗണ്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കണം, 7 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. ഇനിയല്ല നിങ്ങൾ മോർണിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 മണിക്ക് ഉറങ്ങിയിരിക്കണം, ഒരു 5 മണിക്ക് നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കണം. ഇത് നിങ്ങൾ ലീവുള്ള ദിവസങ്ങളിലും ഫോളോ ചെയ്യണം പറ്റുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു പ്രശ്നമാണ് PCOD, തൈറോയിഡ് ഹോർമോൺ ഇഷ്യൂസ് ആൻഡ് ഡയബറ്റിസ്. ഇതിനൊക്കെ ഒരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ തോന്നിയ സമയത്ത് എഴുന്നേൽക്കും, തോന്നിയ സമയത്ത് നമ്മൾ ഉറങ്ങും. പിന്നെ നമ്മുടെ ഫുഡ്, വേറെ കാരണങ്ങളുണ്ട്, ഒരു കാരണം മാത്രമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മോർണിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സയൻറ്റിഫിക്കലി ആ ഒരു ടൈം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം മോർണിംഗ് ടു ആ ഒരു 5 മണി 6 മണി വരെ ആയതുകൊണ്ടും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ആ സമയത്ത് ഒട്ടും പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു 12 മണി വരെ, നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം നമ്മൾ അതിലും കൂടുതൽ നേരം നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പഠിച്ച് കളയാം അല്ലേ. കുറച്ചുകൂടി നേരം ആക്റ്റീവായിട്ട് ഇരുന്ന് എൻ്റെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി നിങ്ങളൊരു 2 മണി 3 മണിയിലേക്കൊക്കെ പോകുമ്പോഴൊരു പ്രശ്നം, ആ സമയം മൊത്തത്തിൽ സൈലൻ്റ് ആണ്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമുക്ക് നാച്ചുറലി ഒരു ടെൻഡൻസി വരും, കുറച്ച് ഇൻസ്റ്റഗ്രാം നോക്കാം, കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് കാണാം, അങ്ങനെ നമ്മളിങ്ങനെ പോകും, നമ്മുടെ സമയം നഷ്ടപ്പെടും അവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് മിക്കവാറും പാക്കറ്റ്സ് ഫുഡായിരിക്കും, ബേക്കറി ഐറ്റംസ് ആയിരിക്കും, അത് നമ്മളല്ലേ ചോക്ലേറ്റ്സ് ആയിരിക്കും, അത് നമ്മളെടുത്ത് കഴിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഹെൽത്തിന് പ്രശ്നമായി അല്ലേ, നമ്മുടെ സ്ലീപ്പിന് പ്രശ്നമായി. നിങ്ങൾ പഠിച്ചോ, അതുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഓ എൻ്റെ സമയം ഫുൾ ഞാൻ നഷ്ടപ്പെടുത്തി, ഞാനൊന്നും പഠിച്ചില്ല, കൂടാത്തതിന് ഉറക്കം കളഞ്ഞതിൻ്റെ ക്ഷീണവും. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്, നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 12 മണി വരെ പഠിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ ഉറങ്ങുക, എന്നിട്ടൊരു 7 മണിക്ക് എഴുന്നേൽക്കാം. ഓക്കെ, അപ്പം രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പം മോർണിംഗിൽ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ പഠിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ പുതിയ സ്കിൽസൊക്കെ പഠിക്കുമ്പം നിങ്ങൾ ഈ പാട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ രാവിലെയാണ് പോവുക. അതുപോലെ യോഗ ചെയ്യുന്നവർ, അതുപോലെ ഡാൻസ് പഠിക്കുന്നവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയൊരു സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, നിങ്ങളൊരു പുതിയ ചാപ്റ്റർ പഠിക്കുന്നു, നിങ്ങൾക്കൊരു മാത്സിലൊരു പ്രോബ്ലം എത്ര ചെയ്തിട്ടും കിട്ടുന്നില്ല, അങ്ങനെ പുതിയതായിട്ടുള്ളത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മോർണിംഗിൽ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ നൈറ്റിൽ പഠിക്കുമ്പോഴൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മളെല്ലാം കവർ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമുക്ക് കിടക്കാം. അത് മാത്രമല്ല നമ്മൾ ബ്രെയിനിൽ നമ്മൾ കിടക്കുന്നതിന് മുൻപ് തൊട്ട് മുന്നേ എന്താണോ ചെയ്തത് അത് വളരെ നല്ലതായിട്ട് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നമുക്ക് ബ്രെയിനിന് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ 2 ടൈമിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ കുട്ടികൾ ഏത് ടൈപ്പാണ് നിങ്ങളെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് നിങ്ങൾ തോന്നുന്നതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിന് രണ്ടിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ലീപ്പ് സൈക്കിള് ഇൻറ്ററപ്റ്റ് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അതിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ നൈറ്റ് ഔൾ ആയാലും ഏർലി ബേർഡ് ആയാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റുഡൻറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു 30s 40s എത്തുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു ഏർലി ബേർഡ് ആവുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം ഒക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത് മിനിമം 7 hours നിങ്ങൾ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ഫോളോ ചെയ്യുക, പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടി എന്ന് മിസ് കരുതുന്നു. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രാത്രിയായാലും രാവിലെ ആയാലും നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തുടങ്ങണം. അല്ലാതെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് രാത്രിയാണ് രാവിലെയാണ് ഇതിനെ കുറേ വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ പഠിക്കാൻ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.